ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ റമളാൻ ഇങ്ങ് അടുത്തെത്തിയിരിക്കുകയാണ്. എല്ലാവരും അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയെന്ന് കരുതുന്നു. എല്ലാവർക്കും എൻ്റെ റമളാൻ മുബാരക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരേ ഫില്ലിങ് വെച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലൻ 7 പലഹാരങ്ങളുടെ റെസിപ്പിയാണ് കേട്ടോ. വീട്ടിലൊരു നോമ്പുതുറ വെക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സൽക്കാരമൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക. എങ്കിലും മാത്രമേ ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ എത്തുള്ളൂ. അപ്പം നമുക്ക് ഇത്രയും സ്നാക്സ് ഉണ്ടാക്കാൻ ആദ്യം തന്നെ അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ചധികം സവാള എണ്ണ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നിങ്ങൾ സവാള കട്ട് ചെയ്തെടുക്കുമ്പം നൈസായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ പച്ചമുളക് അത്യാവശ്യം വലിയ ടൈപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഫില്ലിങ് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് പച്ചമുളക് മാറ്റി കൊടുക്കും കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫില്ലിങ്ങിന് അത്യാവശ്യം എരിവും കിട്ടും. അതുമാത്രമല്ല കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും നല്ലോണം കഴിക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പൊടി ഒന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൈദയാണ്. ഇനി നിങ്ങൾക്ക് മൈദ ഇഷ്ടമല്ലെങ്കിൽ ഗോതമ്പ് എടുക്കാം കേട്ടോ. ഞാനിവിടെ 3 കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത്. 1 കപ്പിൻ്റെ അളവെന്ന് പറയുമ്പം 250 ml ആണ്. ഇത് ഏകദേശം ഒരു 3/4 കിലോ മൈദയുടെ അടുത്ത് വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ എപ്പോൾ പൊടി ഒഴിക്കുകയാണെങ്കിലും ഇതുപോലെ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 3 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളം നിങ്ങൾ ചേർക്കുമ്പം ഇതുപോലെ കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ബാക്കി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ ആ വെള്ളം മൊത്തമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ പൊടി കുറച്ച് ലൂസായി പോവും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാലും മതി. ഇനിയിപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം എല്ലുള്ള പീസാണ്. ഇനി നിങ്ങൾ എല്ലില്ലാത്ത പീസ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ഫില്ലിങ് വേണ്ടത് അതിനനുസരിച്ച് ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ ചിക്കനിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കന് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും. ചിക്കൻ വേവിക്കാനുള്ള ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് ഇതിലോട്ടുള്ള ഫില്ലിങ്ങും റെഡിയാക്കി എടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ സവാള കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചിക്കൻ വേവിക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ടും വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഓയിലിന് പകരം വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓയിലൊന്ന് നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സവാളയും പച്ചമുളകും മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നല്ല നൈസായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ. ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത ശേഷം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടിച്ച് വെക്കാം. സവാളയൊക്കെ വഴന്ന് വരാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ടാവും. ഇനി ഈ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒഴിവാക്കി ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക. ചൂടാറി കഴിഞ്ഞാൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി. നമ്മുടെ വീട്ടിൽ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് എടുക്കുക. അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് പിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ സവാളയൊക്കെ നല്ല രീതിക്ക് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫില്ലിങ്ങിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഇത്രയും മസാല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മസാലകളൊക്കെ ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കനും കൂടെ ഇതിലോട്ട് ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിക്കൻ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ വേണം കേട്ടോ ക്രഷ് ചെയ്തെടുക്കാൻ. ഒരുപാട് പേസ്റ്റ് ആവാണ്ട് നമ്മുടെ ചിക്കൻ്റെ പീസൊക്കെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ ചിക്കൻ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്.
മല്ലിയില കുറച്ച് അധികം തന്നെ ചേർക്കുന്നുണ്ട്. മല്ലിയില ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന് ഉണ്ടാവുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. കുറേ ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു ചിക്കനും മല്ലിയിലയും അതുപോലെ തന്നെ സവാളയും എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരുന്ന അത്രയും ടൈം മാത്രം വെച്ചാൽ മതി. എന്നിട്ട് അടപ്പൊന്ന് മാറ്റിയ ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ എളുപ്പത്തിൽ നമുക്ക് പണിയൊക്കെ തീർക്കാം കേട്ടോ. ആദ്യം തന്നെ ഒരു ട്രേയിലോട്ട് കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇത് സ്നാക്സ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന സ്നാക്സ് ഇറച്ചി കേക്കാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ഇവിടെ 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി 4 പൊട്ടിച്ചിട്ട് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട. നമ്മുടെ ഫില്ലിങ്ങിൽ അത്യാവശ്യം ഉപ്പുള്ളതുകൊണ്ട് തന്നെ ഒരു നുള്ളു ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് ഫില്ലിങ്ങും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 കോഴിമുട്ടയ്ക്ക് 4 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പം എത്ര മുട്ട എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് തന്നെ ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഫില്ലിങ് ചേർത്ത് കൊടുക്കുമ്പം നല്ല ചൂടിൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഒരു ലൈറ്റ് ചൂടിലൊക്കെ ചേർത്ത് കൊടുക്കുക. നല്ല ചൂടിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മുട്ട കുക്കായി പോകും കേട്ടോ. അതുകൊണ്ടാണ് ലൈറ്റ് ചൂടിൽ ചേർത്താൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രം അടുപ്പിൽ ചൂടാവാൻ വേണ്ടി വെക്കുക കേട്ടോ. അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട. ഒരു 1/2 ടീസ്പൂൺ ഓയിലൊക്കെ ഒഴിച്ചാൽ മതി. ഞാനിതിൽ ഒഴിച്ചപ്പം കുറച്ച് കൂടിപ്പോയിട്ടോ. അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഈ പാത്രത്തിൻ്റെ ചുറ്റിലൊന്നും ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു സൈഡിൽ നിന്നൊക്കെ കറക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. ഇനിയിപ്പോൾ അടിയിൽ ഇതുപോലൊരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു പാത്രം വെച്ചിട്ട് അതിലോട്ട് ഈ ഒരു ഫില്ലിങ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ഇറച്ചി കേക്ക് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ആവിയൊട്ടും പുറത്ത് പോവാത്ത രീതിയിൽ വേണം ഇതൊന്ന് അടച്ചു വെക്കാനായിട്ട്. ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് അടുത്ത സ്നാക്സ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നല്ല രീതിക്ക് ഇന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അതിന്നൊരു 4 ബോൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സമൂസ ഉണ്ടാക്കാനാണ്. ഞാനിവിടെ എല്ലാ സ്നാക്സും കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇത്രയും സ്നാക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പം കുറച്ച് അധികമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കുക. ഇനിയിപ്പോൾ അതിൽ നിന്നൊരു ബോൾ എടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. എത്രത്തോളം നിങ്ങൾക്ക് വലുതാക്കാൻ പറ്റുമോ അത്രത്തോളം ഒന്ന് വലുതാക്കി കൊടുക്കുക. ഈ ഒരു തിക്നെസ്സിൽ വേണേ പരത്തിയെടുക്കാൻ. ഇനിയിപ്പോൾ പരത്താനും കുഴയ്ക്കാനും ഒക്കെ മടിയുള്ളവരാണ് നിങ്ങളെങ്കിൽ സമൂസ ഷീറ്റ് വെച്ചിട്ടും ഇതേ ഫില്ലിങ് വെച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സമൂസയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഈ ഒരു ടൈം കൊണ്ട് തന്നെ ഇറച്ചി കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ. ഇനി ഇത് ചൂടോട് കൂടെ തന്നെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇറച്ചി കേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ സമൂസയൊക്കെ ഉണ്ടാക്കുമ്പം ആ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇറച്ചി പത്തിരിയാണ്. നേരത്തെ നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള ആ ഒരു ഡോന്ന് തന്നെ 2 ബൗൾ മാറ്റി വെക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം വലിയ ബോളായിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. മാക്സിമം എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ അത്രത്തോളം വലുതാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലൊരു അടുപ്പ് വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പത്തിരിയിൽ നിന്ന് എനിക്ക് കിട്ടിയത് 4 ചെറിയ പത്തിരിയാണ്. അപ്പോൾ നമുക്ക് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ 2 എണ്ണമാണ് ഈ ഒരു പത്തിരിയിൽ നിന്ന് കിട്ടുക. അപ്പം നമ്മൾ 2 പത്തിരിയും കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ വെക്കുക. പിന്നെ ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് ഇത്രയും തിക്നെസ്സാണ് കേട്ടോ നമുക്ക് വേണ്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫില്ലിങ്ങിൽ നിന്ന് കുറച്ച് ഇതിൻ്റെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് വേറൊരു പത്തിരി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ സൈഡൊക്കെ. ഇനിയിപ്പം ഇതിൻ്റെ സൈഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പല്ലടക്കൊക്കെ മടക്കിയെടുക്കില്ലേ ആ ഒരു രീതിക്ക് മടക്കിയെടുക്കുകയും ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇറച്ചിപ്പത്തിരിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇറച്ചിപ്പത്തിരി അതിലോട്ട് വെച്ച് കൊടുക്കുക. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ഇറച്ചിപ്പത്തിരി കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ റോളാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വലിയ സൈസിൽ ബോളാക്കി എടുക്കുക. ഞാനിവിടെ 2 ബോളാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല വലുതാക്കി തന്നെ ഒന്ന് പരത്തി കൊടുക്കുക.
ഒരടപ്പ് ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലാണ് കേട്ടോ. ഒരുപാട് അങ്ങ് കട്ടിയായി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതിൻ്റെ ഉള്ളിലൊക്കെ ആ ഒരു പൊടിയുടെ ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നൈസായിട്ട് തന്നെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫില്ലിങ്ങിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ആ അറ്റവും ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതുപോലെ പത്തിരിയൊക്കെ പരത്തിയെടുക്കാൻ മടിയാണെങ്കിൽ ഒരു കപ്പ് മൈദയും ഒരു കോഴിമുട്ടയും 1/2 കപ്പ് പാലും കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് നല്ല നൈസായിട്ട് ഇതുപോലെ ചെറിയ ദോശ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഈ ഒരു ഫില്ലിങ് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഞാനിതിൽ കാണിച്ച പോലെ മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ റോളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 7 ചിക്കൻ റോളാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ചിക്കൻ റോൾ കോഴിമുട്ടയിൽ ഒന്ന് മുക്കിയിട്ട് റസ്ക് പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റസ്ക് പൊടിക്ക് പകരം വേണമെങ്കിൽ ബ്രെഡ് ക്രംസും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ റസ്ക് പൊടി ആയതുകൊണ്ടാണ് അതിൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതാ ആ ഒരു എഗ് മിക്സ്ചറിൽ നല്ലോണം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു ഇതിൽ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് ഞാൻ മൊത്തമായിട്ടും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്നാക്സ് കാണാൻ തന്നെ നല്ല രസമാണ്. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. നമ്മൾ വീട്ടിൽ സമൂസയൊക്കെ ഉണ്ടാക്കുമ്പം ബാക്കി ഫില്ലിങ് വരുമ്പം നമ്മൾ എപ്പോഴും കരുതും ഇതിപ്പോൾ എന്താ ചെയ്യാന്ന്. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സാണ് ഇത്. ഞാനിവിടെ 4 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. 4ഉം ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്ങിൽ നിന്നും കുറച്ച് അതിൻ്റെ സെൻറ്ററിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ 2 ബ്രെഡിൻ്റെ സെൻറ്ററിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി മറ്റേ ബ്രെഡ് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫില്ലിങ്ങിന് പകരം ഏത് ഫില്ലിങ് വെച്ചും ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഇഫ്താർ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇതാ ആ 4 ബ്രെഡും ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിപ്പോൾ ലാസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്സാണ്. അതെന്താണെന്ന് വെച്ചാൽ ബ്രെഡ് റോളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രെഡ് റോൾ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 5 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. നിങ്ങളുടെ കയ്യിൽ റസ്ക് പൊടി ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സൈഡ് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു റസ്ക് പൊടീൻ്റെ അതേ ഒരു ലെവലിൽ നമുക്ക് ഉപയോഗിക്കാം. അടുത്തതായിട്ട് കുറച്ച് നോർമൽ വാട്ടർ എടുക്കുക. എന്നിട്ട് ബ്രെഡ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ നല്ല രീതിക്ക് എന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ബ്രെഡിലുള്ള കംപ്ലീറ്റ് വെള്ളവും പോവണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫില്ലിങ്ങിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു ബോൾ ഷേപ്പ് ആക്കി എടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു സ്നാക്സ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഒത്തിരി സ്പീഡിൽ ചെയ്യേണ്ട, വളരെ പതുക്കെ മാത്രം ചെയ്താൽ മതി. സ്പീഡ് ചെയ്യുമ്പം നമ്മുടെ ഈ ഒരു ബ്രെഡ് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഫില്ലിങ്ങിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ചിക്കൻ വേവിച്ചിട്ടാണല്ലോ ഈ ഒരു ഫില്ലിങ്ങിൽ ചേർത്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് ചിക്കൻ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവേ. ഇനി നമുക്ക് ഈ ബോൾ പതുക്കെ ഒന്ന് എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ഒരു സ്നാക്സ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ബ്രെഡിൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. ഇനിയിപ്പോൾ ഇതാ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചട്ടിപ്പത്തിരിയുടെ വേറൊരു വേർഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ ഞാനിവിടെ 8 ബോളാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള കംപ്ലീറ്റ് പൊടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റുള്ള ഒരു 8 പത്തിരിക്കുള്ള ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കുക. പരത്തുമ്പം എങ്ങനെയാണ് പരത്തേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പൂരിയുടെ വലുപ്പത്തിലാണ് കേട്ടോ ഈ 8 ബോളും പരത്തിയെടുക്കുന്നത്. എന്നിട്ട് 2 സെറ്റാക്കി മാറ്റി വെക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പരത്തിയതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിലും അതുപോലെ കുറച്ച് മൈദയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പത്തിരിന്ന് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ 4 എണ്ണം ഒരു സെറ്റും പിന്നെ 4 എണ്ണം വേറെയും, അങ്ങനെ 2 പ്രാവശ്യമായിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഇനിയിപ്പോൾ പരത്താനൊക്കെ മടിയുള്ളവരാണെങ്കിൽ മൈദയുടെ ദോശ വെച്ചിട്ടും ഇതേ രീതിയിൽ ചെയ്തെടുക്കുക. ദോശ നല്ല നൈസായിട്ട് ചുട്ടെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. പക്ഷേ അതിലും ടേസ്റ്റ് നമ്മളിങ്ങനെ പരത്തിയെടുക്കുമ്പോഴാണ്. അപ്പോൾ ഇതാ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ. ഇനിയിപ്പോൾ ഇതാ ചൂടായ ഒരു കല്ലിലോട്ട് ഇതിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ ഒരു പത്തിരി ചുട്ടെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്. ഒരുപാട് തീ അങ്ങ് കുറച്ചും കൊടുക്കരുത്, എന്നാൽ നല്ല ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കും ചെയ്യരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിലൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ ഇതുപോലെ പത്തിരി അടർന്ന് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ചൂടോടെ കൂടെ തന്നെ നമുക്കിതൊരു കാസറോളിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല നൈസായിട്ടാണ് കേട്ടോ ഈ ഒരു പത്തിരി ഉണ്ടാവുക.
അപ്പോൾ ഇത് ഞാൻ മൊത്തമായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ നമുക്ക് കോഴിമുട്ട വേണം കേട്ടോ. ഞാനിവിടെ 6 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു പാത്രത്തിലോട്ട് പൊട്ടിച്ച് വയ്ക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കയ്യിൽ പാലുണ്ടെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ പത്തിരിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രത്തിൻ്റെ വലുപ്പം നോക്കിയിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ലെവലിൽ ഈ ഒരു പത്തിരി കിട്ടും. ഇനിയിപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ പോകുന്നത് അതിലോട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഓയിൽ തേച്ച് കൊടുക്കുന്ന ടൈമിൽ അതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ തേച്ച് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഈ ഒരു സ്നാക്സ് നമുക്ക് പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പത്തിരി മുട്ടയിലൊന്ന് മുക്കി കൊടുത്തിട്ട് ഈ ഒരു പാത്രത്തിലോട്ട് ഇറക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ താഴ്ഭാഗത്ത് എപ്പോഴും 2 പത്തിരി വെക്കണം കേട്ടോ. ചിലപ്പോൾ കരിഞ്ഞൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് താഴെയുള്ള പത്തിരി ഒഴിവാക്കി കളയാം. അപ്പോൾ ഞാൻ 2 പത്തിരി തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഫില്ലിങ് കുറവായതുകൊണ്ട് വളരെ കുറച്ച് ഫില്ലിങ് മാത്രമാണ് കേട്ടോ അതിൻ്റെ ആ ഒരു സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫില്ലിങ് കുറച്ചുകൂടെ വെക്കാമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ചിലരൊക്കെ ഈ സ്നാക്സ് ഉണ്ടാക്കുമ്പം എരിവും മധുരവും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കും കേട്ടോ. ഇതുപോലെ ഈ ഫില്ലിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പത്തിരി കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കും. എന്നിട്ട് നമ്മൾ ചട്ടിപ്പത്തിരിക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ, എന്താ പറയുക, ആ ഒരു കോഴിമുട്ടയുടെ മധുരമുള്ള ഫില്ലിങ് അത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കും. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് പത്തിരി വെച്ച് കൊടുക്കും. പിന്നെ ഈ ഒരു ഫില്ലിങ് വെച്ചെടുക്കും. അങ്ങനെ എരിവും മധുരവും കൂടെ മിക്സ് ആക്കിയിട്ട് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്കിഷ്ടം കുറച്ചുകൂടെ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെ എരിവിൽ മാത്രം കഴിക്കുന്നതാണ്, അല്ലെങ്കിൽ മധുരത്തിൽ മാത്രം കഴിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫില്ലിങ് വെച്ചിട്ട് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പം ഞാൻ മുകളിലൊക്കെ വളരെ കുറച്ച് ഫില്ലിങ് മാത്രമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതാ ബാക്കി വരുന്ന ആ ഒരു ഫില്ലിങ്ങും കുറച്ച് മല്ലിച്ചപ്പും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി വരുന്ന മുട്ടയുടെ മിക്സും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾ മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുമ്പം അതിൻ്റെ ആ ഒരു സൈഡിലേക്കൊക്കെ ആവുന്ന രീതിയിൽ വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ. എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു സൈഡിലേക്കൊക്കെ ഈ ഒരു മുട്ടയുടെ മിക്സ് എത്തുന്ന രീതിയിലാക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് ചെയ്യുന്ന കേക്ക് ടീനിലായതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് നമുക്ക് അടുപ്പിൽ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്ന ആ ഒരു ടൈമിൽ ഒരു പാത്രം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല രീതിക്ക് തന്നെ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടിന്ന് അതിലോട്ട് ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. 1/2 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡിയായി കിട്ടും. ഇനി നിങ്ങളുടെ കയ്യിൽ ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഈസി ആയിട്ട് തന്നെ ഈ ഒരു സ്നാക്സ് ചെയ്തെടുക്കാം. അതാവുമ്പം എക്സ്ട്രാ ഒരു പാത്രം ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഡയറക്റ്റ് നമുക്ക് അടുപ്പിൽ വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിൽ ചെയ്യുകയാണെങ്കിലും ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ അത് കുക്കാവുന്ന ആ ഒരു ടൈം കൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ സ്നാക്സും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് സമൂസയാണ് കേട്ടോ. ഇനിയിപ്പം അടുത്തതായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് ഇറച്ചിപ്പത്തിരിയാണ്. അതിനായിട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇറച്ചിപ്പത്തിരി ചെയ്തെടുക്കുമ്പം ഇതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് ആ ഒരു മുട്ടയുടെ മിക്സ് ഈ ഒരു പത്തിരിയുടെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഇറച്ചിപ്പത്തിരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഇറച്ചിപ്പത്തിരിക്ക് ഉണ്ടാവുക. അതുമാത്രമല്ല ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ചെയ്യും, ഒരുപാട് ഓയിലൊന്നും കുടിക്കത്തുമില്ല. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ റോളാണ് കേട്ടോ. ഇതും നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് തീ അങ്ങ് കൂട്ടി കൊടുത്താൽ നമ്മുടെ റസ്ക് പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ റോളും റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് റോളാണ്. അപ്പോൾ ഈ ഒരു ബ്രെഡ് റോൾ ചെയ്യുമ്പോഴും നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ആക്കി കൊടുക്കുക. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ റസ്ക് പൊടി കോട്ട് ചെയ്യാത്ത സാധനങ്ങൾ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. റസ്ക് പൊടി കോട്ട് ചെയ്ത സാധനം ഫസ്റ്റ് തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പം ഓയിലിൻ്റെ കളർ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ബ്രെഡ് റോളും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മുടെ മുട്ടയുടെ മിക്സ് ഉണ്ടാക്കിയിട്ടുള്ള സെയിം പാത്രത്തിലോട്ട് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഇനിയിപ്പം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ എടുത്തിട്ട് ഈ ഒരു പാനിലോട്ട് ഒഴിച്ച് കൊടുക്കുക, എന്നിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രെഡ് ഈ ഒരു മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ബാക്കി വരുന്ന മുട്ടയുടെ മിക്സ് ബ്രെഡിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പുറത്ത് പോകാത്ത രീതിയിൽ വേണം ഒഴിച്ച് കൊടുക്കാൻ. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് കൊടുക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ ഇത്. ശരിക്കും പറയുകയാണെങ്കിൽ മടി പിടിച്ചവർക്കൊക്കെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സാണിത്. അപ്പോൾ ഇത് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്കൊന്ന് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബ്രെഡിൻ്റെ സ്നാക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കുന്ന ടൈമിൽ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ഇറച്ചി ചട്ടിപ്പത്തിരിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു ഇറച്ചി ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈ ചിക്കന് പകരം ഇത് ബീഫ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ബീഫിൻ്റെ ഫില്ലിങ് വെച്ച് ചെയ്യുകയാണെങ്കിലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു 30 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല രീതിക്ക് റെഡി ആയി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ, അതിൻ്റെ ഉൾഭാഗമൊക്കെ കുക്കായണോന്ന്. ഞാൻ കറക്റ്റ് 30 മിനിറ്റിൽ തന്നെ അത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടർത്തി കൊടുക്കുക. ഇതുപോലെ സൈഡൊക്കെ അടർത്തി കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പാത്രത്തിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ ഇത് പുറത്തേക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു ദോശക്കല്ല് വെച്ചിട്ടാണ് കേട്ടോ ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് ചൂടാക്കിയെടുക്കുന്നത്. ഇത് ചൂടാക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു കളറൊന്ന് ചേഞ്ചായി വരാനാണ് കേട്ടോ. ഒരുപാട് ഫ്ലെയിം കൂട്ടി ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഒരു 3 മിനിറ്റ് ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് കൊടുത്താൽ അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. ആ ഒരു ടൈമിൽ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിപ്പോൾ നിങ്ങൾ ചട്ടിപ്പത്തിരി ചെയ്യുകയാണെങ്കിലും ഇതേ രീതിക്ക് തന്നെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇറച്ചി ചട്ടിപ്പത്തിരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ഫില്ലിങ് വെച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള 7 പലഹാരങ്ങളാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. ഇതിലുള്ള ഓരോ സ്നാക്സും ഒന്നിനൊന്ന് അടിപൊളിയാണ്. ഇത് കണ്ടാലും കഴിച്ചാലും പറയില്ല ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒന്നാണെന്ന്. എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചിക്കൻ റോളൊക്കെ നമ്മൾ ശരിക്കും പുറത്ത് പോയി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു ബ്രെഡിൻ്റെ ഈ ഒരു റെസിപ്പി വേറെ ലെവലാണ്. അപ്പം ഞാൻ ഓരോ സ്നാക്സിനെ പറ്റിയിട്ടും കൂടുതൽ പറഞ്ഞിട്ട് ഓവർ ലെങ്ത് ആക്കുന്നില്ല. ഇനിയിപ്പം നോമ്പ് തുടങ്ങാനായിട്ട് ആകെ 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നോമ്പിന് എല്ലാവരുടെ വീട്ടിലും എന്തായാലും സമൂസയൊക്കെ ഉണ്ടാക്കൂലേ. ആ ഒരു ടൈമിൽ എക്സ്ട്രാ കുറച്ച് ഫില്ലിങ്ങും കൂടെ ഉണ്ടാക്കുക. എന്നിട്ട് ഇതിലുള്ള ഓരോ റെസിപ്പിയും ട്രൈ ചെയ്ത് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ ചെറിയൊരു സൽക്കാരോ പാർട്ടിയോ ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു ഫില്ലിങ് വെച്ച് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും മസ്റ്റായും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ ഇഫ്താറിനും പാർട്ടിക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് നല്ല റെസിപ്പീസും അതുപോലെ തന്നെ ഡെസേർട്ടും സ്നാക്സും റൈസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അതുമാത്രമല്ല എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻസ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും റമദാൻ മുബാറക്. ഇൻഷാ അല്ലാ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.